തൃശൂർ പുന്നയൂർക്കുളത്ത് കാറ്റാടിമരം തലയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. മരിച്ചത് പാപ്പാളി സ്വദേശി ഫാത്തിമ. നാളികേരം പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്തെ കാറ്റാടിമരം കടപുഴകി ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു. ദിനാചരണം സംഘടിപ്പിച്ചത് സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെയും PTA-യുടെയും ആഭിമുഖ്യത്തിൽ. ജനസംഖ്യാ വർധനവ് മൂലമുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തി. പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചത് കളത്തൂക്കടവ് സ്വദേശി എബിൻ ജോസഫ്. മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ ബൈക്ക് എതിർദിശയിലെത്തിയ കാറിലിരിക്കുകയായിരുന്നു. 13 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ 63-കാരൻ അറസ്റ്റിലായത് ചിറക്കൽ സ്വദേശി ഉമ്മർ. മലപ്പുറം നിലമ്പൂരിൽ ഭിന്നശേഷിക്കാരന് സാമൂഹ്യവിരുദ്ധരുടെ മർദ്ദനം. മാമങ്കര സ്വദേശി ജിബിൻ മോനാണ് മർദ്ദനമേറ്റത്. DAWF മലപ്പുറം ജില്ലാ ഭാരവാഹികൾ സന്ദർശനം നടത്തി. താമരശ്ശേരി ചുരം 8-ാം വളവിനും 9-ാം വളവിനും ഇടയിൽ വാഹനാപകടം. പച്ചക്കറി കയറ്റി വന്ന പിക്കപ്പ് ലോറിയാണ് മറിഞ്ഞത്. അപകടത്തിൽ ആളപായമില്ല. ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് നന്മണ്ടയിൽ കൊപ്രാച്ചേവിന് തീപിടിച്ചു. ആനോത്തിയിൽ കോയ എന്നയാളുടെ കൊപ്രാച്ചേവിനാണ് തീപിടിച്ചത്. തൃശൂരിൽ കനത്ത മഴയിൽ റോഡിന് കുറുകെ വീണ തെങ്ങിൽ ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരിച്ചത് അരിമ്പൂർ സ്വദേശി നിജിൻ. തൃശൂർ മണലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഭരണസമിതി അംഗം ഇറങ്ങിപ്പോയത് വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നാരോപിച്ച്. തൃശൂർ പുനയൂർക്കുളം പെരിയമ്പലം ബീച്ചിൽ ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞു. ദിവസങ്ങൾ പഴക്കമുള്ള ഡോൾഫിന്റെ ജഡമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. തൃശൂർ മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരമുക്ക് വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. കാരമുക്ക് വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറെയും ജീവനക്കാരെയും ഉടൻ നിയമിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്.